നല്ലൊരു സൂപ്പർ ഹിറ്റ് പോലെയായിരുന്നു. അപ്പോൾ അതായത് സാധനം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും ഈ ഒരു വർഷം. കാരണം അത്രയും നമ്മൾ പുറത്തൊക്കെ രഞ്ജി ട്രോഫി കളിക്കാൻ പോകുമ്പോഴാണെങ്കിലും പല ഈവൻ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ വരെ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ഫൈനൽ കണ്ടിരുന്നു, ആ ഒരു ടൂർണമെൻറ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാനെന്നൊക്കെ രീതിയിൽ. അപ്പോൾ നല്ല കമൻസ് കിട്ടി. അപ്പോൾ ഈ വർഷവും എല്ലാവരും, കാരണം ഇന്ത്യ ലുക്കപ്പ് ചെയ്യാണ്. ഇപ്പം സഞ്ജു കളിക്കുമ്പോഴത്തേക്കും ഫുൾ ഇന്ത്യ ഈ മാച്ചസ് കാണണം. അത് നമ്മുടെ കുറേ യങ്സ്റ്റേഴ്സിനും കുറേ പ്ലേയേഴ്സിനും നല്ല എക്സ്പോഷർ തന്നെയാണ്. KCL രണ്ടാം സീസൺ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നിലവിലത്തെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ചാമ്പ്യൻ കൊല്ലം എരീസ് എലീസിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി മുന്നോട്ട് ചേരുകയാണ്. സച്ചിനെ നമ്മൾ സംസാരിച്ചപ്പോൾ ഏതാണ്ട് ഒരു വർഷമാകുന്നു. അപ്പോൾ കഴിഞ്ഞ സീസണിൽ കപ്പടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഒരുമി സംസാരിച്ചു. അന്ന് സച്ചിൻ്റെ കൂടുതൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നു. അന്നും ഈ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പുതിയ സീസൺ തുടങ്ങാൻ പോവുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷ ഓൾവേസ് ഹൈ തന്നെയാണ്. നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് വീണ്ടും ആ ഒരു ജേർണിയിൽ പോയി നന്നായിട്ട് പെർഫോം ചെയ്ത് മാച്ചുകൾ ജയിച്ച് വീണ്ടും നമ്മൾ ആ ഒരു ഫൈനൽ കളിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഒട്ടും ഈസി അല്ല. വി ഹാവ് ടു വർക്ക് ഹാർഡർ. നല്ല ക്രിക്കറ്റ് കളിച്ച് നല്ല ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിച്ച് നമ്മൾ ആ ഒരു ജേർണിയിൽ പാട്ടാവാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ തവണ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഫൈനൽ മാച്ചിലെ ആ ഒരു ഇന്നിങ്സ് ഉണ്ട്, ഇപ്പോഴും ഇവിടെ കണ്ടു നിന്ന ആളുകൾക്ക് ആർക്കും അത് മറന്നിട്ടില്ല. ആ സച്ചിൻ്റെ ഇന്നിങ്സ് ആയിരുന്നു. അവിടുന്ന് ഇത്തവണ വീണ്ടും തുടങ്ങുകയാണ് അല്ലേ? ഒബിയസ്ലി, കാരണം T20 വരുമ്പോഴത്തേക്കും അങ്ങനത്തെ മാച്ചസ് വന്നാലാണ്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് ആ ടൈപ്പ് മാച്ചായിരുന്നു, ക്ലോസ് മാച്ച് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ മാച്ചസ്, കാരണം ഈ തവണ എല്ലാ ടീമും നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ടീമും നല്ല ബാലൻസ് സ്കോഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മത്സരങ്ങൾ കുറച്ചും കൂടെ എക്സൈറ്റിംഗ് തന്നെയായിരിക്കും. ഇത്തവണ നമുക്ക് സഞ്ജു എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടിയുണ്ട്. കഴിഞ്ഞ സഞ്ജു ഇല്ലായിരുന്നു, പക്ഷേ സന്നാഹ മത്സരത്തിന് കാണാൻ പോലും ഇത്രയും അധികം കാണികൾ വരുന്നത് സഞ്ജുവിനെ കാണാൻ കൂടിയാണ്. അപ്പോൾ സഞ്ജു ഇത്തവണ നമുക്ക് എതിർ ടീമിൽ കളിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ഒരു ടീമിൽ കളിച്ചിട്ടുള്ള ആളുകളാണ്. അതെ, കാരണം സഞ്ജു എപ്പോഴും ആ ഒരു മാച്ചിൽ വരുമ്പോഴത്തേക്കും, കാരണം ആ ഒരു ടൂർണമെൻറ്റ് നമ്മൾ കഴിഞ്ഞ പോലെ എങ്ങനെയാണ് എൻഡപ്പ് ചെയ്തത്, കഴിഞ്ഞ പോലെ നല്ലൊരു സൂപ്പർ ഹിറ്റ് പോലെയായിരുന്നു. അപ്പോൾ അതായത് സാധനം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവും ഈ ഒരു വർഷം. കാരണം അത്രയും നമ്മൾ പുറത്തൊക്കെ രഞ്ജി ട്രോഫി കളിക്കാൻ പോകുമ്പോഴാണെങ്കിലും പല ഈവൻ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ വരെ പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ഫൈനൽ കണ്ടിരുന്നു, ആ ഒരു ടൂർണമെൻറ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാനെന്നൊക്കെ രീതിയിൽ. അപ്പോൾ നല്ല കമൻസ് കിട്ടി. അപ്പോൾ ഈ വർഷവും എല്ലാവരും, കാരണം ഇന്ത്യ ലുക്കപ്പ് ചെയ്യാണ്. ഇപ്പം സഞ്ജു കളിക്കുമ്പോഴത്തേക്കും ഫുൾ ഇന്ത്യ ഈ മാച്ചസ് കാണണം. അത് നമ്മുടെ കുറേ യങ്സ്റ്റേഴ്സിനും കുറേ പ്ലേയേഴ്സിനും നല്ല എക്സ്പോഷർ തന്നെയാണ്. അല്ല, അത് തന്നെയാണ്. അപ്പം സഞ്ജു കളിക്കുന്നു മാത്രമല്ല, തമിഴ്നാട് പ്രീമിയർ ലീഗ്, കർണാടക പ്രീമിയർ ലീഗ്, ഇതൊക്കെ കുറേ വർഷങ്ങളായി. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയതെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് ലേറ്റസ്റ്റ് പുതുമകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒറ്റ സീസൺ കൊണ്ട് അത് ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ ഈ സീസൺ സ്വാഭാവികമായിട്ടും രാജ്യാന്തര തലത്തിനപ്പുറത്തേക്ക് ഇത് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ സച്ചിൻ്റെ അടക്കം മനസ്സിലൂടെ പോകുന്ന ആ ഒരു വിചാരങ്ങൾ എന്തൊക്കെയാണ്? ഒബ്വിയസ്ലി എല്ലാ പ്ലേയേഴ്സിൻ്റെയും യങ്സ്റ്റേഴ്സിൻ്റെയും മനസ്സിൽ അവർക്ക് ഒരു നെക്സ്റ്റ് ഒരു ലെവൽ കളിക്കുന്നത് തന്നെയാണ് ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയപ്പോഴാണ് നമ്മുടെ 4 പ്ലേയേഴ്സ് ദുലീപ് ട്രോഫി. ഇപ്പം ഞാനൊക്കെ ദുലീപ് ട്രോഫി കളിച്ചപ്പോൾ അതിൽ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 പേരാണ് ഈ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൂർണമെൻറ്റ് കിട്ടാൻ തോറും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തോറും നമ്മുടെ കുറേ പ്ലേയേഴ്സിന് ഇത് കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് ഇയർ തന്നെ ഞാൻ IPL തിരിച്ചു വന്നത് ഈ ഒരു KCL വഴി വന്ന്. അപ്പോൾ അവർക്ക് ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ ഹിറ്റാവണമെങ്കിൽ ഒരു തേഴ്സ്ഡേ നൈറ്റാണ് ഒരു സിനിമ ഹിറ്റാകണം, അതൊരു നൈറ്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിക്കറ്ററിൻ്റെ ലൈഫും ഒരു നൈറ്റിൽ മാറാൻ സാധിക്കും. അപ്പോൾ അതിന് വലിയൊരു പ്ലാറ്റ്ഫോമാണ് KCL. അപ്പോൾ നമ്മുടെ അവസാനമായിട്ട് ഈ സ്റ്റേഡിയം ഇതൊരു ലോക വേദി കൂടിയായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു 95% ഉറപ്പാണ്. വുമൻസ് വേൾഡ് കപ്പിന് സ്റ്റേഡിയം വേദിയായാൽ അവിടെ ആയിരിക്കും നമ്മുടെ KCL നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം? അല്ല, KCL നമ്മളിപ്പോൾ ഏത് പൈപ്പിൽ പോകുമ്പോഴും കേരളത്തിൽ നിന്ന് അറിയുമ്പോഴത്തേക്കും പറയുന്ന ആ ഒരു ഗ്രൗണ്ടിനെ കുറിച്ചാണ്. പണ്ട് ഇപ്പോൾ കൊച്ചി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ കുറിച്ചാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടാണ്, ബ്യൂട്ടിഫുൾ ഔട്ട്ഫീൽഡാണ്, ബ്യൂട്ടിഫുൾ ഒരു ഇവിടുത്തെ ഡ്രെയിനേജ് ആയിക്കോട്ടെ. പണ്ടൊക്കെ നമ്മൾ കോഹ്ലിയൊക്കെ കാണുമ്പോൾ പറയുമായിരുന്നു നമ്മൾ ഇവിടെ ഭയങ്കര മഴ പെയ്തിട്ട് പെട്ടെന്നാണ് അവിടെ കളി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. അപ്പം എല്ലാവരും നല്ല കമൻസ് പറയുന്നുണ്ട്. താങ്ക്സ്. എന്തായാലും സച്ചിൻ അടുത്ത KCLന്റെ പ്രതീക്ഷകളാണ് പങ്കുവച്ചത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ നിന്ന് SR ഷിജോ കുര്യൻ, മീഡിയ 1.